നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ കേരളം ഇങ്ങനെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം ചില കോൺഗ്രസ് നേതാക്കൾക്കൊന്നും അറിയില്ല. മാറിക്കഴിഞ്ഞു, മാറി എത്ര കാലമായി. അതെ അതെ, അത് ഇവിടെ ലോട്ടറി മദ്യവും ഇല്ലെങ്കിൽ, മദ്യവിൽപ്പനയും ലോട്ടറി വിൽപ്പനയും ഇല്ലെങ്കിൽ കേരളം ഇല്ല. പിന്നെ സർക്കാരൊന്നും ഇവിടെ വേണ്ട, നേരെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം കോൺഗ്രസിലെ ഏറ്റവും ആദർശവാനായ രാഷ്ട്രീയ നേതാവ്, കോൺഗ്രസിനുള്ളിലെ ആ നേതാവ്, സംസ്ഥാനത്തെ നേതാവായിരുന്നു ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഞാനാണെന്ന് VM സുധീരൻ ചാടി എഴുന്നിട്ട് പറയും. കാരണം അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ ഈ മദ്യ നിരോധനം വേണമെന്നൊക്കെ പറഞ്ഞ് KCBC ചേർന്ന വോട്ട് ബാങ്കാണതും. അതെ അതെ, കുറേ സമയം നടത്തി അത് പ്രസിഡന്റ് അധികാരത്തിലിരുന്നപ്പോൾ, പാർട്ടി പ്രസിഡന്റ് ആയിരുന്നപ്പോഴുള്ള കാര്യം പറയുന്നത്. അതുപോലും ചീറ്റിപ്പോയൊരു വിദ്വാനാണ്. ഇപ്പോഴിതാ വീണ്ടും അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നിഷ്കർഷിച്ചിട്ടുള്ള വീര്യം കൂടിയ, അത് ഏത് മദ്യമായിക്കോട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് പരമാവധി വർജിക്കേണ്ടതാണ്. അതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് തന്നെയാണ്. നിലവിലുള്ള കുടിയന്മാരെ നമ്മൾ അവരെ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക പാക്കേജ് കൊടുക്കണം. ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതുപോലെ ഈ മദ്യപാനികൾക്ക് സൗജന്യമായി ആൽക്കഹോളിക് അനോണിമസ് ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഡി അഡിക്ഷൻ ചികിത്സ സർക്കാർ കൊടുക്കേണ്ടി. അപ്പോൾ അങ്ങനെയും ചെയ്തിട്ടില്ല. അപമാനിക്കുന്ന തുല്യമാണ്. കാരണം വരുമാനമാണ്. അപ്പോഴാണ് ഈ ബജറ്റിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിനൊരു ഇത് വന്നത്. അപ്പോൾ VM സുധീരൻ ഇതാ കത്ത് കൊടുത്തിരിക്കുന്നു. അത് പാടില്ല, ജനഹിത മദ്യനയം വേണം. അതെന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അടുത്തത് കരിമണൽ, വ്യവസായം, സ്വകാര്യ നിക്ഷേപം കേരളത്തിലേക്ക് വരണമെന്ന് VD സതീശൻ്റെ ബജറ്റിൽ ആവർത്തിച്ച് പറയുമ്പോൾ, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വന്നത് നിക്ഷേപങ്ങളല്ല, സ്വകാര്യ നിക്ഷേപം വന്നാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയുമ്പോൾ, കരിമണൽ ഖനനം നമ്മുടെ KMML അടക്കമുള്ള IRL അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിൽ ഖനനം ചെയ്യാനുള്ളൊരു വരുമ്പോൾ, തോട്ടപ്പള്ളിയിൽ വേറെ ആർക്കും കൊടുക്കരുത്, അല്ലേ, തോട്ടപ്പള്ളിയിൽ മറ്റാർക്കും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കരിമണൽ ഖനനം വേറെ ആരെ ഏൽപ്പിക്കുന്നത് പറഞ്ഞൊരു ഒരു ഉടക്കൂടി ഇട്ടിട്ടുണ്ട്. ഒരു കപട അവസരവാദി, സദാചാരവാദി എന്നുള്ള എനിക്ക് മാത്രമല്ല, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. വളരെ കൃത്യമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ മദ്യ ഉപഭോഗം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, ശരിയാണ്, നമ്മൾ യോജിക്കുന്നു, ഒരു എതിരഭിപ്രായവും ഇല്ല. പക്ഷേ നിലവിലെ മദ്യപാനികളെ ഒറ്റയടിക്ക് നമുക്ക് സ്റ്റാലിൻ്റെ നയം കൊണ്ടുവന്ന് പൂട്ടാൻ പറ്റുമോ? ഇത് പറ്റില്ല. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരണം. ജനങ്ങളെ ബോധവൽക്കരിക്കണം, വരും തലമുറകളെ ബോധവൽക്കരിക്കണം, അല്ലേ? ഇത് പിന്നെ ഒരു തലമുറ കുടിച്ച് നശിച്ചു, പിന്നാലെ വരുന്ന തലമുറയും അതിലേക്ക് പോകാതെ നോക്കുകയാണ് വേണ്ടത്. മറ്റവരെ നമ്മൾ അതിൽ നിന്ന് രക്ഷിക്കുന്നതിനോടൊപ്പം വരുന്ന തലമുറകൾ ഈ ഒരു അപകടത്തിൽ ചെന്ന് ചാടാതെ നോക്കുകയും കൂടി വേണം, അല്ലേ? അതിന് പകരം നമ്മൾ ഈ പറഞ്ഞ നയങ്ങളൊക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരാൾ ദിവസം ഒരു 3 പെഗ് കുറഞ്ഞത് കഴിക്കുമെന്നിരിക്കട്ടെ മദ്യം. ആ 3 പെഗ് മദ്യം വീര്യം കുറഞ്ഞ മദ്യമാണെങ്കിലോ അപകട സാധ്യതകൾ കുറയുകയല്ലേ? രോഗത്തിൻ്റെ കാഠിന്യം കുറയും, അല്ലേ? മദ്യപിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ കാഠിന്യം കുറയും, ഇയാളിലെ അക്രമവാസന കുറയും, കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയും. ഇതൊക്കെ ഞാൻ പറയുന്ന വെറുതെ അല്ല. ലോകത്തെ വിവിധ രാജ്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന ഇതനുസരിച്ച് സ്കോട്ട്ലാൻഡ്, അയർലൻഡ്, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ ലോ ആൽക്കഹോൾ റെഡി ടു ഡ്രിങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള പദ്ധതികളുണ്ട്. അവിടെ ഈ വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അവിടെ നടന്ന പഠനങ്ങൾ തന്നെ പറയുന്നത്, ഒന്ന്, ഈ രോഗത്തിൻ്റെ ഇത് കുറഞ്ഞു, പ്രത്യേകിച്ചും കരൾ രോഗികളുടെ എണ്ണം കുറഞ്ഞു. 2, അക്രമങ്ങൾ കുറഞ്ഞു, കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറഞ്ഞു. പിന്നെ മറ്റൊരു ഗുണവും ഉണ്ടായി, ടൂറിസം വല്ലാതെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു, അതിലൂടെയുള്ള വരുമാനം കൂടി. അത് ചെറിയ തുകയൊന്നുമല്ല കൂടിയിരിക്കുന്നത്, അത് ആ സർക്കാരുകൾക്കുണ്ടാക്കി കൊടുത്തിരിക്കുന്ന നേട്ടം വളരെ വലുതാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന, എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആലപ്പുഴ ജില്ല വളരെ പ്രസിദ്ധമാണ്, ടൂറിസത്തിന് വളരെ കേൾവി കേട്ട, എന്തുകൊണ്ട് നല്ല ഒന്നാന്തരം നമ്മുടെ നാടൻ തെങ്ങിൻ കള്ള് മുതൽ അത്തരത്തിലുള്ള നമ്മുടെ നാടൻ പാനീയങ്ങൾ, ഒരല്പം ലഹരി അതിനകത്തുണ്ടാവും,
പക്ഷെ ആ ലഹരിയെ നിയന്ത്രിച്ചൊരു നിശ്ചിത നമ്മുടെ ശരീരം തന്നെ ആൽക്കഹോൾ ഉണ്ടാക്കുന്നുണ്ടെന്നേ. നമ്മുടെ ശരീരം 10-13% ആൽക്കഹോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആഹാരം ദഹിക്കണമെങ്കിൽ ആൽക്കഹോളും കൂടി വേണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലോകത്തുള്ള വിഭവങ്ങളെ നമ്മളെങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം എന്നല്ലേ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാനീ പറഞ്ഞ ആലപ്പുഴ മാത്രമല്ല കേട്ടോ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, പാലക്കാടും തിരുവനന്തപുരത്തും വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയില്ലേ? പനങ്കള്ള് കിട്ടും. തെങ്ങുങ്കള്ളല്ല, ഈ 2 സ്ഥലത്തും പനങ്കള്ള് കിട്ടും. തിരുവനന്തപുരത്തിന്റെ തെക്കൻ നെയ്യാറ്റിൻകര തമിഴ്നാട് ബോർഡറിൽ ഈ പനകൾ ചെത്തിയാൽ അതൊരു ഞാൻ പറയുന്ന നമ്മുടെ കുടിൽ വ്യവസായങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ആകെ ചെയ്യുന്നത് നൊങ്ക് വെട്ടി മറ്റേ വഴിയരിയിൽ കൊണ്ടുവച്ച് ആൾക്കാർക്ക് ദാഹിക്കുമ്പോൾ കൊടുക്കുന്നു എന്നുള്ളത്. അതല്ലാതെ ഇതിനെയൊക്കെ ഈ ശരിക്കും ശാസ്ത്രീയമായിട്ട് ഇത് പ്രോസസ്സ് ചെയ്ത് ഇതിൻ്റെ ഏറ്റവും നല്ല വിദേശങ്ങളിൽ പോയിട്ട് അവിടെ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ആ സഹായത്തോടു കൂടി ഈ നല്ല പനങ്കള്ള്, ഇതൊന്നും അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല, വലിയ രീതിയിൽ നമുക്ക് രോഗങ്ങൾ വരുത്തുന്നതല്ല. പിന്നെ ലഹരിക്ക് വേണ്ടി കുടിക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, ഈ മദ്യത്തിന് അഡിക്റ്റായി പോയ ആൾക്കാരുണ്ട്. ഈ അഡിക്റ്റായ ആൾക്കാർക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പുള്ളൊരു വിഭാഗമുണ്ട്. സ്ഥിരമായിട്ട് അങ്ങനെ മദ്യപിക്കണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കണ്ടാൽ അവർ വിടില്ല, കിട്ടിയാ വിടൂല, ഒരു ആസക്തിയുണ്ട്. മറ്റത് ഇതിന് അടിമയാണ്. അവർക്ക് ഈ വീര്യം കുറഞ്ഞ മദ്യം. ഈ ആസക്തി ഉള്ളവന് വീര്യം കുറഞ്ഞ പനങ്കള്ളും തെങ്ങിൻകള്ളും നമ്മുടെ നാടൻ ഈ പറഞ്ഞ പോലെ കശുമാവിട്ട് വാറ്റിയ ഇതിപ്പം നമ്മുടെ എത്ര കള്ള് ഷാപ്പ് എന്ന് അറിയാം ഇവിടെ റേഞ്ചുകൾ മറ്റേ ഈ ലേലത്തിൽ പോകാതെ കിടക്കുന്നത് കഴിഞ്ഞ എത്ര വർഷമായിട്ട്. കാര്യം എന്താണ്? നമ്മുടെ പഴയ മദ്യ മുതലാളിമാരാണ് ഈ കള്ള് ഷാപ്പിൽ നടത്തിക്കൊണ്ടിരുന്നത്. നിയമം കർശനമാക്കിയപ്പോൾ അവർക്ക് നഷ്ടമുണ്ട്. കിസ്ത കൊടുക്കേണ്ടത് എത്രയാ? ഒരു ബാർ മുതലാളി കിസ്ത കൊടുക്കേണ്ട 35 ലക്ഷം രൂപയാണ്. ഞാൻ പറയണത് ഇതൊക്കെ സർക്കാർ കുറച്ചു കൊണ്ടുവന്നിട്ട് ഇത് കുറച്ചുകൂടെ ജനകീയമായ ഒരു വ്യവസായമാക്കി മാറ്റണം. നമ്മുടെ നാട്ടുകാർ മുഴുവനും കുടിയന്മാരാണെന്നല്ല അതിൻ്റെ അർത്ഥം. വരുന്ന വിദേശികൾ, ഇവിടെ വിനോദസഞ്ചാരത്തിന് വരുന്ന വിദേശികൾക്ക് അവർക്ക് മദ്യം വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവരുടെ നാട്ടിൽ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ കേരളത്തിൽ ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ച് ഖദറിട്ട് നടക്കുന്ന സുധീരൻ അടക്കമുള്ള ആൾക്കാർ ഒരു പക്ഷേ പിന്നെ വിദേശത്ത് വലിയ തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ പോയാൽ ജീവൻ നിലനിർത്താൻ ഒരല്പം സ്കോച്ച് വിസ്കി കഴിക്കേണ്ടി വരും. അത് ഒരു മരുന്ന് പോലെയാണ് അവിടെ കഴിക്കുന്നത്. അവിടെ ആ സ്ത്രീ പുരുഷന്മാരെല്ലാവരും ഇത് സേവിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ജീവിതശൈലിയും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊക്കെ എന്തെങ്കിലും നാട് കാണാൻ വിനോദസഞ്ചാരത്തിന് വരുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഈ വീര്യം കുറഞ്ഞ മദ്യം കൊടുത്താൽ എന്താണ് കുഴപ്പം? ടൂറിസം മേഖല രക്ഷപ്പെടാൻ പാടില്ല. അതാണ് ഇത് സദ്ഗുണ വൈകൃതമാണ്. ഇത് കപട സദാചാരമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ സുധീരൻ്റെ ഇതൊരു തരം കുത്തിത്തിരിപ്പാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. സുധീരൻ വലിയ ഇമേജുള്ള നേതാവൊക്കെ ആയിരിക്കാം, എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മഹാപാതകമാണ്. ഞാൻ പറയുന്നത് ഇത് എന്തായാലും ഒരു കൂട്ടം ആൾക്കാർ കുടിച്ച് നശിച്ചു, മഹാരോഗികളായി മെഡിക്കൽ കോളേജുകൾ കയറി ഇറങ്ങി നടക്കുന്നു, കരൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വശത്ത് പണമുള്ളവൻ കരൾ മാറ്റി വയ്ക്കും, പണമില്ലാത്തവൻ വേദനിച്ച് ചാകും. എന്തായാലും ഈ കരൾ മാറ്റി വയ്ക്കുന്നവനും ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. ഇത് കറങ്ങിത്തിരിഞ്ഞു വരും എന്നുള്ളത് സത്യമാണ്. പക്ഷെ വരും തലമുറകളെ ഈ ഒരു പൂർണ്ണ കുടിയന്മാരാക്കി മാറ്റുന്നതിന് പകരം വീര്യം കുറഞ്ഞ മദ്യം കൊടുത്ത് അവരെ കുറേ കാലം കൂടി പതുക്കെ ഇത് കുറച്ചു കൊണ്ടുവരുന്നതല്ലേ. VM സുധീരനൊക്കെ ആലോചിക്കേണ്ടത് വരും തലമുറ പ്രത്യേക ഒരു വിഭാഗം കുട്ടികളാണ്, അവർക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ +2. ഞാൻ ഒരു കാര്യം പറയാം രാജേഷ് ജി, പിന്നെ ഓപ്പറേഷൻ തൂഫാനിൽ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയത് മെയ് 18-ാം തീയതിക്ക് ശേഷമാണ്, ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി വന്നതിന് ശേഷമാണ്. ഇന്നിപ്പോൾ തീയതി എത്ര? 22 ആയുള്ളൂ. 1 മാസവും 4 ദിവസവും അല്ലെങ്കിൽ 5 ദിവസവും കൂട്ടിക്കൊള്ളൂ. ഈ 35 ദിവസത്തിനിടയ്ക്ക് 1000 കോടിയുടെ മയക്കുമരുന്നാണ് പിടിച്ചിരിക്കുന്നത്, 1000 കോടി രൂപയുടെ. ഇത് സുധീരൻ കാണുന്നില്ലേ? ഇത് ഈ കേരളത്തിലല്ലേ? ഇത് ഈ 1000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇവിടെ എങ്ങനെ വന്നു എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ എന്താണ് നടന്നതെന്ന് നമുക്കറിയാമല്ലോ. കുറഞ്ഞ പക്ഷം നമ്മൾ പത്രക്കാരെങ്കിലും സത്യം പറയണമല്ലോ, അല്ലേ? അന്നൊന്നും സുധീരൻ മിണ്ടിയിട്ടില്ല. അന്നൊന്നും മിണ്ടി ഈ കഴിഞ്ഞ 10 കൊല്ലം ബാറുകളുടെ സമയം കൂട്ടി. എവിടെ സുധീരൻ അറിഞ്ഞില്ലേ? രാത്രി 12 മണി വരെ ബാറുകളുടെ സമയം. പ്രശ്നങ്ങൾ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബെപ്കോയുടെ സമയം
9 മണി വരെയാണ്. അതെ. നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളുടെ സമയം ഏതാണ്ട് 8 മണിക്ക് മുമ്പേ അടയ്ക്കും അല്ലേ? നമ്മുടെ പല അവശ്യ സാധനങ്ങളും കിട്ടുന്ന കടകളൊക്കെ വൈകിട്ട് 7 മണി 8 മണിക്ക് അടയ്ക്കും. ബെവ്കോ 9 മണി വരെ തുറന്നു വയ്ക്കും. അതിന് കുഴപ്പമില്ല. ഈ സുധീരനെ പേടിച്ചിട്ടാണ് 1-ാം തീയതി ഡ്രൈഡേ ആചരിക്കുന്നത്. എല്ലാ മാസം 1-ാം തീയതി സംസ്ഥാനത്ത് മദ്യശാല തുറക്കാത്തത് ഈ സുധീരനെ പേടിച്ചിട്ടാണ്. അങ്ങനെ ഒരു ദിവസം ഡ്രൈഡേ ആചരിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? തലേ ദിവസം ആൾക്കാർ വാങ്ങിച്ചു വെക്കുകയാണ്, സ്റ്റോക്ക് ചെയ്ത് വെക്കും. വീട്ടിലിരുന്ന് കൂട്ടര് കൂടി കള്ളും കുടിച്ച് വീട്ടിൽ വേണ്ടാത്ത ബഹളം ഉണ്ടാക്കി അവിടെ സർവ്വ കോടാലികളെയും വിളിച്ചു വരുത്തി ഈ പറഞ്ഞ പോലെ കുറ്റകൃത്യങ്ങൾക്കുള്ള വേദി ഒരുക്കുകയാണ്. പിന്നെ സുധീരൻ എന്താണ് ഇതിൽ ഈ പൊതുജന മദ്യനയം? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ 1000 കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിൽ 35 ദിവസം കൊണ്ട് പിടിച്ചെങ്കിൽ ഒരു ദിവസം ശരാശരി എത്ര കോടി രൂപയുടെ മയക്കുമരുന്ന് ഇവിടെ പിടിക്കുന്നു, എത്ര വരുന്നു? ഇതൊന്നും സുധീരൻ കാണുന്നില്ല. എന്തുകൊണ്ട് ഈ മയക്കുമരുന്നിൻ്റെ, ഞാനൊരു എക്സൈസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ, എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം ഒരു അത്യാവശ്യം നല്ല ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ഈ മദ്യം ഇവിടെ ഇത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു പത്രപ്രവർത്തകൻ കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മദ്യം കിട്ടാതെയാകുമ്പോൾ അവർ ലഹരിക്കായിട്ട് മറ്റു പല മാർഗങ്ങളും തേടുകയാണ്. നമ്മുടെ കുട്ടികൾ വരെ, നമ്മൾ കുട്ടികളെന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ളതാണ്. ഒരു 15 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ വരെ. ഇന്നിപ്പോൾ കേരളത്തിൽ സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊരു പുതിയ സംവിധാനമുണ്ട്. പുതിയതൊന്നും അല്ല അത്. എന്ന് വെച്ചാൽ ആണും പെണ്ണും ഒരുമിച്ച് മദ്യപിക്കും. ഇപ്പോൾ ഇതൊന്നും മദ്യപിച്ച് എന്തെങ്കിലും അവർ അനാശാസ്യം കാണിക്കുന്നു എന്നല്ല, ടൂറ് പോകുന്നു. ടൂറ് പോകുമ്പോൾ ഒരു കൂട്ടായ്മ, നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള ടൂറുകളുണ്ട്. കുറച്ച് പ്രായം ചെന്ന ആൾക്കാർ തീർത്ഥാടനം നടത്തുന്നുണ്ട്, പിൽഗ്രിം ടൂറിസം. അതുപോലെ അല്ലാതെ ചെറുപ്പക്കാരായ ആൾക്കാർ ഈ പറഞ്ഞതുപോലെ കുട്ടിയും കുടുംബവും ഒക്കെ ഉള്ളവരാണ്. അവർ എല്ലാവരും ചേർന്ന് മാസത്തിലൊരിക്കലൊക്കെ അത് ഭയങ്കര സ്ട്രെസ്സാണ്. ഇപ്പം മനുഷ്യൻ്റെ ജീവിതം ഒരു വല്ലാത്ത സാഹചര്യത്തിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരു റെസിഡൻസ് അസോസിയേഷനിൽ നിന്നോ അടുത്ത് താമസിക്കുന്നവരും എല്ലാവരും കൂടെ ചേർന്നൊരു യാത്ര പോകും. അവരെവിടെയെങ്കിലും പോയിട്ട് ഒരല്പം ആണും പെണ്ണും മദ്യപിക്കുന്നുണ്ട്. ഒരു 10-18 വയസ്സായ മക്കളുണ്ടെങ്കിൽ മക്കൾക്കും മദ്യം ഒഴിച്ചു കൊടുക്കും. ഇത് ഞാൻ പറയണത് ഇത് ശരിയാണെന്നല്ല, ഇത് നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് ഇങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ കൂടുതൽ അപകടത്തിൽ പോകാതെ വീര്യം കുറഞ്ഞ മദ്യം കൊടുത്ത് അവരെ പിന്നെ പിടിച്ചു നിർത്താനല്ലേ ശ്രമിക്കേണ്ടത് ഒരു സർക്കാർ. ഈ മദ്യപിച്ച് റോഡിലിറങ്ങിയോ വാഹനം ഓടിക്കുകയോ ചെയ്താലും നമ്മൾ അപമര്യാദയെ പെരുമാറിയാലൊക്കെ പോലീസ് പിടിച്ചോണ്ട് പോകും മദ്യപിച്ച്. പക്ഷേ ഈ ഓർക്കണം, നമ്മുടെ ആന്റണി സർക്കാർ അന്ന് മദ്യത്തിന് 200% ടാക്സ് വർദ്ധിപ്പിച്ചു കൊടുത്തത്. ഈ 200% ടാക്സ് സർക്കാരിന് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ മദ്യം വാങ്ങുന്നത്. പക്ഷെ മദ്യം വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടേ കുടിച്ചോണം അല്ലേ? ബാറുകളുണ്ട്, ബാർ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒന്നുകിൽ KSRTC ബസ്സിൽ കയറി ചെല്ലുക, അല്ലെങ്കിൽ നടന്ന് നിന്ന് ബാറിൽ ചെന്ന് കുടിച്ച് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. അതാണ് നമ്മുടെ നിയമം. അല്ല, ഞാൻ പറയുന്നത് ഈ അവിടെ അതും ഒരു പ്രശ്നമാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിച്ച നാടുകളിലെല്ലാം റോഡ് ആക്സിഡന്റുകൾ കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോർവേ, കാനഡ, ഐസ്ലൻഡ് അവരൊക്കെ പഠനം നടത്തിയതാണ്. അല്ല, ഓസ്ട്രേലിയ, ഞാൻ നേരത്തെ പറഞ്ഞ അയർലൻഡ്, ഇവിടെയൊക്കെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിച്ചത് കൊണ്ട് ആക്സിഡന്റുകളുടെ എണ്ണം കുറഞ്ഞു, ക്രൈമുകളുടെ എണ്ണം കുറഞ്ഞു. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. സ്വല്പം വീര്യമുള്ള വൈൻ, ഇപ്പം വൈനിന് എത്ര വീര്യമാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബിയറിന് എത്രയാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൽക്കഹോളിന് എത്രയാകാം, പിന്നെ ഫോറിൻ ലിക്വറിന് എത്രയാകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നിയമത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ ഈ വീര്യം കുറഞ്ഞതും വീര്യം കൂടിയതുമായ വൈനുണ്ട്. അങ്ങനെ വൈനറികൾ, അതുപോലെ ബ്രൂവറികൾ, ഇതൊക്കെ രാജ്യത്ത്, ഞാൻ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന ബ്രൂവറികൾ ഇപ്പോൾ ടെക്നോ പാർക്ക് പോലൊരു സ്ഥലത്ത്, ഇത് IT ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് അല്ലേ? അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ രാത്രി ഉറക്കമൊഴിഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് ജോലി ചെയ്യുന്നവർ, അവരൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട്, അവരുടെ ഒരു ബോഡി ഒന്ന് വാമപ്പ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും വേണ്ടിയിട്ട് അവർ 2 പെഗ് ചിലപ്പോൾ കഴിച്ചെന്നിരിക്കും. അതൊന്നും അവരാരെയും മദ്യപിക്കുന്നത് ഒരു കുറ്റമൊന്നുമല്ല. മുമ്പൊക്കെ അവർ ബിയർ വാങ്ങിച്ചു കഴിക്കുമായിരുന്നു. ഇപ്പോൾ ബിയർ കഴിച്ചാൽ യൂറിക് ആസിഡും കയറും, കിഡ്നി അടിച്ചു. അതാണ് അതിന്റെ വീര്യം കുറഞ്ഞ ആ ബിയറിന്റെ കുഴപ്പം. അതേസമയം ഈ വീര്യം കുറഞ്ഞ മദ്യമാണെങ്കിൽ അതൊരു അതൊക്കെ ശരി, അത് സർക്കാരും ആരോഗ്യ വകുപ്പും എല്ലാം ചേർന്ന് പക്ഷേ പഠനങ്ങൾ നമ്മൾ ഈ പറയുന്നത് ഈ സുധീരൻ എന്ത് കണ്ടിട്ടാണ് കിടന്നുള്ളത്? ഇതാണ് ഇതിനകത്തുള്ള വിഷയം. കപട സദാചാരവാദവും സദ്ഗുണ വൈകൃതവുമാണ്. ഇനിയിപ്പോ നോക്കിക്കേ പ്രശാന്തേ, തുടങ്ങിയിട്ടുണ്ട്.
എന്ത് നല്ല കാര്യം ഒരു ബജറ്റ് അവതരിപ്പിച്ചല്ല അതിൽ ഇടങ്കോലിട്ടോണ്ടിരിക്കുകയാണ്. ഇനി കോൺഗ്രസ് ഏറ്റവും വലിയ തലവേദന ഇനി ആകാൻ പോകാൻ. കരിമണൽ പിന്നെ സുധീരൻ എന്താ ഉദ്ദേശിക്കുന്നത്? കരിമണൽ ഖനനം ചെയ്യുകയേ വേണ്ട എന്നാണോ? പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകാത്ത വിധത്തിൽ നിയന്ത്രിത അളവിൽ കരിമണൽ ഖനനം. ഈ കരിമണൽ ഇങ്ങനെ കടലിൽ നിന്ന് ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തീരത്തേക്ക്. അത് എല്ലായിടത്തും ഇല്ല. ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ബോക്സൈറ്റ് ഉണ്ട് വലിയ രീതിയിൽ. ഈ ബോക്സൈറ്റ് ഖനനം ചെയ്ത് എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കണേ? ആ പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാവും. തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയിലുള്ള എന്തിനേയും നമുക്ക് പ്രയോജനപ്പെടുത്താം, അതിനെ ചൂഷണം ചെയ്യും. അല്ലെ ഇതിന് ഈ സുധീരൻ ഉദ്ദേശിക്കുന്ന ഈ കരിമണൽ ഒരു ചാക്കിനകത്ത് വാരി കരിമണൽ കെട്ടി നേരെ യൂറോപ്പിലേക്ക് ഇങ്ങ് വിടുക, അതല്ലല്ലോ. അതിൽ നിന്ന് ആ കരിമണലിന് ഒരു ധാതുക്കൾ മാത്രം വേർതിരിച്ചിട്ട് ബാക്കി മണൽ തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മണൽ നമുക്ക് പുഴുങ്ങി തിന്നാനൊന്നും പറ്റില്ല. ഇല്ല അല്ല, അതാണ്. മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഇവിടെ ചില പ്രത്യേക വ്യക്തികൾ വലിയ രീതിയിൽ അഴിമതി നടത്തി ഈ കരിമണൽ ഖനനം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. അതിന് കൂട്ട് രാഷ്ട്രീയ നേതാക്കളോ അധികാരിയോ ഇത്തരം പ്രസ്താവനകളാണ് അവരെ സഹായിക്കുന്നത്. ഇത് സ്വകാര്യ മേഖലയ്ക്ക് തീർച്ചയായിട്ടും നിയമം കർശനമാക്കിക്കൊണ്ട് ഇത് സ്വകാര്യവൽക്കരിച്ചേ മതിയാവും ഇതൊക്കെ. കാരണം ഇത് സർക്കാരിൻ്റെ ജോലി അല്ല ഇതൊന്നും. സർക്കാരിൻ്റെ ജോലി ഭരിക്കുക, ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുക, വിദ്യാഭ്യാസം കൃത്യമായിട്ട് നൽകുക, അല്ലേ? സത്യത്തിൽ ആരോഗ്യം പോലും, ഒരു ജനതയുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങൾ ഒതുക്കുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലും ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി പോലും, കാരണം കള്ളു കുടിച്ച് കരൾ രോഗം വരുത്തിയവനും മെഡിക്കൽ കോളേജിൽ ചെന്ന് കിടന്ന് ചികിത്സിച്ചേച്ച് കാരുണ്യയുടെ ഇത് വാങ്ങുകയാണ്. ഞാൻ ചോദിക്കണേ, എനിക്ക് മദ്യപിച്ചാൽ കരൾ രോഗം വരുമെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് ഞാൻ മദ്യപിച്ച് കരൾ രോഗം വരുത്തിയിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് പറയാണ് സർക്കാർ എന്നെ ട്രീറ്റ് ചെയ്യണമെന്ന്. എന്തൊരു ഒരു എന്താ പറയണ്ടേ, ഒരു വൈരുദ്ധ്യമാണെന്ന്. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളൊന്നും അത്തരം രോഗങ്ങൾ എടുക്കുന്നില്ല, കൊടുക്കില്ല അവര്. ഞാൻ പറയണ അത് കൊടുക്കരുത്. വീര്യം കുറയ്ക്കണം. അല്ല അത് അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ ഇടപെടൽ വരേണ്ടത്. അവിടെയൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് സംസ്ഥാനത്തിന് വേണ്ടി റവന്യൂ ഒരേപോലെ രണ്ടും വേണം. അതായത് ഇത് ഈ മദ്യപാനികളെ അമിത മദ്യപാനത്തിലേക്ക് പോകാതെ രക്ഷിക്കുകയും വേണം. നമുക്കിപ്പോൾ അതേ പറ്റുള്ളൂ. അതായത് രോഗം ബാധിച്ചു കഴിഞ്ഞു, ഇനി ആ രോഗം വർദ്ധിക്കാതെ നോക്കണം. അത് ഒരു ഇതിലേക്ക് പോകരുത്, കാഷ്വാലിറ്റിയിലേക്ക് പോകരുത്, വലിയ അപകടത്തിലേക്ക് അത് പോകരുത്. പിന്നെ ഒരു കാര്യം, രണ്ട് ഇപ്പുറത്ത് നമ്മുടെ റവന്യൂ നഷ്ടപ്പെടുകയും. അതെ, പിന്നെ ഒരു കാര്യമുണ്ട്, വീര്യം കുറഞ്ഞ മദ്യം എല്ലാ കമ്പനിയും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ചില കമ്പനി കേരളത്തിൽ നമ്മുടെ IMFL ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൽ വീര്യം കുറഞ്ഞ മദ്യം ഇല്ല. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഒരു പെർസെന്റേജ്. അല്ല ഈ സുധീരൻ ഇങ്ങനെ കിടന്ന് പറയുന്നതിന് പിന്നിൽ വേറൊരു ഗൂഢാൽ നീക്കൊണ്ട് സംശയമുണ്ട്. ഈ ഇപ്പൊ നമ്മുടെ ഒരു 2 ആഴ്ചയായിട്ട് നമ്മുടെ സർക്കാരിന്റെ മദ്യം ജവാൻ റം അതിന്റെ ബെൽറ്റ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് പ്രശ്നമില്ല. അപ്പൊ ഈ റം അതെ അവിടുത്തെ തൊട്ടപ്പുറത്ത് മന്ന ഷുഗർ മില്ലിൽ നിന്നാണ് എടുക്കുന്നത്. തൊട്ടടുത്ത് നമ്മുടെ ഓർക്കണം പൊതുമേഖലാ സ്ഥാപനമാണ് ആലപ്പുഴ. അതെ, 10 പേർ ഒരു 10 മിനിറ്റ് കൊണ്ട് 10 പേർ ഒരു ബിവറേജ് ഷോപ്പിൽ നിന്നും റം വാങ്ങിക്കുന്നെങ്കിൽ അതിൽ 7 ഈ ജവാനാണ് കണക്ക്. അപ്പോൾ ഈ ജവാൻ ഇല്ല. അപ്പം ഈ 10-ൽ 7 ഈ 7ന്റെ സ്ഥാനം മറ്റേ സ്വകാര്യ കമ്പനികളുടെ മദ്യം കയറി പോകാൻ. അതുപോലെ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യം വന്നാൽ അവരുടെ കച്ചവടം പൊട്ടിപ്പോകും, ഇല്ലേ? തീർച്ചയായിട്ടും ബിവറേജ് കോർപ്പറേഷൻ കമ്മീഷൻ അവരെ സഹായിക്കാനാണോ? തീർച്ചയായിട്ടും അതാരും കാണുന്നില്ല. കാരണം പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും VM സുധീരൻ, അതായത് നമ്മളെ അർബൻ നക്സൽ എന്ന് പറയില്ലേ, നമ്മുടെ അർബൻ നക്സൽ എന്ന് പറയില്ലേ, കാരണം അതേ രീതി തന്നെയാണ്. ഒരു വികസനം വന്നു കഴിഞ്ഞാൽ വികസനം മുടക്കികളാണ്. കാരണം ഇത് സംസ്ഥാനത്തിന് ലാഭം കിട്ടാൻ പാടില്ല. ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് എങ്ങനെയാണോ ഈ മദ്യനയത്തെ സുധീരൻ അട്ടിമറിച്ചത്, അതുപോലെ അട്ടിമറിക്കാനും സതീശൻ സർക്കാരിനെ ഒരു മുൾമുനയിൽ നിർത്താനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണിത്. തീർച്ചയായിട്ടും പറയേണ്ടി വരും. ഇത് പാളയത്തിൽ പടയാണ്. ഇത് ഒരുതരം കുലങ്കുത്തിത്തരമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാം കൊണ്ടും കേരളത്തിന് പ്രയോജനപ്രദമാകുന്ന ഒരു ഇതാണ്. നോക്കൂ, പിന്നെ രാജേഷ് ജി, മറ്റൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ വിഷയത്തിൽ പ്രതിപക്ഷം എത്ര അലമുറയിടുന്നു? വലിയ ഇതൊന്നുമില്ല. അത് MP രാജേഷൊക്കെ വന്ന് ചില വെടികൾ പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അതിന് രാജേഷിനെ എടുത്തിട്ട് അങ്ങ് ആലക്കുകയാണ്. ആലക്ക് എന്ന് പറഞ്ഞാൽ തൂക്കി ഇങ്ങനെ നടകല്ലിൽ അടിക്കുകയാണ്. മറ്റേ നമ്മുടെ പണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴത്തേക്കും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ MP ഗോവിന്ദനോട് പെടും, പിന്നെ AK ബാലനോട് പെടും.
പി ജയരാജൻ ഇടപെടും, EP ഇടപെടും, പിന്നെ അങ്ങനെ MP രാജടക്കം മന്ത്രിമാർ ഇടപെടും, നമ്മുടെ V ശിവൻകുട്ടി വരെ എന്തെങ്കിലും പറയും, ഇടപെടും. പക്ഷെ ഇവിടെ ഇവരിപ്പോൾ കടന്ന് ഈ പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞാൽ ഇടപെടുന്നത് മൊത്തം മുഖ്യമന്ത്രിയാണ്. ചുട്ട മറുപടിയാണ്. അതിന് മറുപടി കൊടുക്കാൻ കോൺഗ്രസിൽ നിന്ന് വേറെ ആരും തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി കൊടുക്കുകയാണ്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത്, സുധീരൻ വാസ്തവത്തിൽ കോൺഗ്രസ് സർക്കാരിനെ ദുർബലപ്പെടുത്താനാണോ ബലപ്പെടുത്താനാണോ നിലപാട്? അജണ്ടയാണ്, ദുർബലപ്പെടുത്താൻ തന്നെയാണ്. അതൊരു അജണ്ടയാണ്, സുധീരന്റെ അജണ്ടയാണ്. ഒരു സാധനത്തിന്റെ വാൽ എത്ര നാൾ കോഴിലിട്ടാലും നിവരില്ല, പിന്നെയും വളഞ്ഞു വരുന്നില്ല. അതേ സ്വഭാവമാണ്, അതേ സ്വഭാവമാണ്. കഴിഞ്ഞ 10 വർഷം നാവനക്കാത്തത് പ്രതിപക്ഷത്തായിരുന്നു. വോയിസ് ഇല്ല, അടുപ്പിച്ചില്ല, ഞാൻ ഒന്നിലും ഇല്ല എന്ന് പിണങ്ങിപ്പോയതാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം കളഞ്ഞിട്ട് ഇദ്ദേഹം പിണങ്ങിപ്പോയതാണ്. എന്നിട്ടും ഇവർ പിറകെ ചെന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോഴത്തേക്കും എന്താ കിട്ടി? എന്തായാലും എനിക്ക് തോന്നുന്നില്ല VD സതീശൻ സർക്കാർ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടെടുക്കുമെന്ന് തോന്നുന്നില്ല. വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇനി സുധീരനല്ല, KCBC അല്ല, ആരൊക്കെ എതിർപ്പുമായിട്ട് വന്നാലും ശരി, ഈ പറഞ്ഞതുപോലെ വീര്യം കുറഞ്ഞ മദ്യം അത് കേരളത്തിന് മാത്രമല്ല, അത് രാജ്യത്തിന് മൊത്തത്തിൽ അതൊരു മാതൃകയാണ്. കാരണം അതിലൂടെ പഠനങ്ങൾ തെളിയിക്കുന്നതാണ്. അപകടങ്ങൾ കുറയുന്നു, അതുപോലെ ഈ അക്രമവാസന കുറയുന്നു, രോഗസാധ്യത കുറയുന്നു. ഇതെല്ലാം അതേസമയം സർക്കാരിന് വരുമാനവും കിട്ടുന്നു. ഇങ്ങനെ എല്ലാ വശവും ചിന്തിക്കുമ്പോൾ ഇത് സത്യത്തിൽ ഒരു മദ്യവർജനത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് മദ്യം നിരോധിച്ചും മദ്യശാലകൾ പൂട്ടിയും ഇവിടെ മദ്യവർജനം നടപ്പാക്കാൻ കഴിയില്ല. ഇതിൻ്റെ ലഭ്യത, ഇതിൻ്റെ ഉപഭോക്താക്കളുടെ എണ്ണം ഒക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരാനേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് മദ്യലഭ്യത ഇല്ലാതാക്കിയാൽ, ഈ പറഞ്ഞതുപോലെ മദ്യം നിരോധിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നായിരിക്കും കേരളത്തിലേക്ക് എത്തുക. ആ അപകടം വളരെ വലുതാണ്. ഒന്നുകൂടെ പറഞ്ഞു തീർക്കാം. ഈ ഒരു അവസ്ഥയിൽ പ്രതിപക്ഷം തീരെ ദുർബലമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് VM സുധീരൻ അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ചുമതല ഈ നരച്ച കോൺഗ്രസ് നേതാക്കൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ചുമതല ഏറ്റെടുക്കരുത്. കാരണം വെച്ചാൽ നിങ്ങൾ ഭരണകക്ഷിയും ഭരണകക്ഷിക്കകത്തുനിന്ന് പ്രതിപക്ഷമാകുമ്പോഴൊക്കെ അവിടെ തടസ്സപ്പെടുന്നത് കേരളത്തിൻ്റെ ഇനിയുള്ള വികസന പ്രതീക്ഷകളാണ്. ഇനിയുള്ള തലമുറയ്ക്ക് അതും കൂടി ഇല്ലെങ്കിൽ അവർ വിദേശ രാജ്യങ്ങൾ തേടിപ്പോകും. പിന്നെ മദ്യം കഴിക്കരുത്. മദ്യം കഴിക്കുന്നത് അപകടമാണ്, രോഗമാണ്. മദ്യപാനം ഒരു രോഗമാണ്. അതൊരു ഉല്ലാസവേളകൾ ആനന്ദകരമാക്കുന്നതല്ല, അപകടമാണ്. പരമാവധി മറ്റുള്ളവരെ മദ്യം കഴിക്കാൻ നമ്മുടെ കേരളത്തിന്റെ സാഹചര്യത്തിൽ മദ്യം നമുക്ക് ആവശ്യമില്ലാത്തൊരു വസ്തുവാണ്. തീർച്ചയായിട്ടും.